ത്തിലേക്ക് വിശദമായി മാടവനയിലെ ബസ് അപകടം കല്ലട ബസിന്റെ അനാസ്ഥ മൂലമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. സ്പീഡ് ഗവർണറിന്റെ വയറ് വിച്ഛേദിച്ചിരുന്നതായി MVD പറയുന്നു. ബസിന്റെ പിന്നിലെ ഇടതുവശത്തെ ടയർ മോശമായിരുന്നു. ബസ് അമിത വേഗതയിലായിരുന്നുവെന്നും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K. മനോജ്. സീറ്റുകൾ അനധികൃതമായി പിടിപ്പിച്ചിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമല്ലായിരുന്നു. കൂടാതെ ഹാലജൻ ലാമ്പുകൾ നീല ഹാലജൻ ലാമ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്നതായി മനസ്സിലാക്കിയിട്ടുണ്ട്. റോഡ് ഗതാഗതത്തിൽ ഉണ്ടായ വ്യത്യാസങ്ങളാണ് കാലതാമസം വന്ന് വാഹനം ഇവിടെ വരാൻ കാരണമായതും. അതുപോലെ തന്നെ ഇടതുവശത്തെ പുറകിലെ ടയറുകൾ രണ്ടും തേഞ്ഞതായിരുന്നു. അതും അപകടത്തിൻ്റെ ആഘാതം കൂട്ടിയതായിട്ട് മനസ്സിലാക്കുന്നു. റോഡിൽ വെള്ളമുണ്ടായിരുന്നു. അതുകൂടാതെ സിഗ്നൽ വന്നപ്പോൾ അതിവേഗം അതിനെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മറികടക്കാനായിട്ടുള്ള താല്പര്യത്തോടു കൂടി വന്നതാണ് ഈ അപകടത്തിൻ്റെ കാരണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമിത വേഗത ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ബസ് അപകടം വലിയ അനാസ്ഥ മൂലമെന്നതാണ് MVD സൂചിപ്പിക്കുന്നത്. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, അമിത വേഗത അപകട കാരണമെന്നത് ആദ്യം മുതൽ തന്നെ പറയുന്നതാണ്. ഇപ്പോൾ അത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സ്ഥിരീകരിക്കുകയാണ്. മാത്രവുമല്ല, നിയമലംഘനങ്ങൾ ഉണ്ടായിരുന്നു. സ്പീഡ് ഗവർണർ വിച്ഛേദിച്ച നിലയിലായിരുന്നു. പിന്നിലെ ടയറിൽ മോശമായ അവസ്ഥയിലായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നു. എന്താണ് MVD എത്തിയിട്ടുള്ള നിഗമനങ്ങൾ? രേണുക, നിയമലംഘനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഈ പരിശോധനയിൽ വ്യക്തമാകുന്നത്. ഒരാളുടെ മരണത്തിനും ഏതാണ്ട് 15-ലധികം പേരുടെ പരിക്കേൽക്കാനും ഇടയായ ഒരു സാഹചര്യത്തെക്കുറിച്ച് വിശദമായ രീതിയിൽ തന്നെയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അന്വേഷണം നടത്തിയത്. ഇതിൽ വ്യക്തമാകുന്ന കാര്യങ്ങൾ നിരവധിയായ നിയമലംഘനങ്ങൾ ഇതിൽ വാഹനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികളുടെയും സാഹചര്യങ്ങൾ പരിശോധിച്ചതിന്റെയും അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ, പ്രത്യേകിച്ച് പിൻഭാഗത്തെയുമുള്ള ഇടതുഭാഗത്തിന്റെ ടയർ തേയ്മാനം വളരെയധികം സംഭവിച്ചതായിരുന്നു. അതോടൊപ്പം തന്നെ അമിത വേഗത്തിലുമുള്ളതായിരുന്നു എന്നുള്ളതടക്കം. ഒപ്പം തന്നെ വാഹനത്തിൽ ഈ ബസ്സിൽ കൂടുതൽ സീറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും ഗുരുതരമായത് ഈ സ്പീഡ് ഗവർണറിലായിരുന്നു എന്നതാണ്. അതിന്റെ ബന്ധം വെച്ച് വയറ് കട്ട് ചെയ്ത രീതിയിലായിരുന്നു എന്നതാണ്. അതിൽ ഇഷ്ടമുള്ള വേഗതയിൽ പോകാൻ കഴിയുന്ന രീതിയിലേക്ക് അതിൽ ഒരു ഘടനയിൽ മാറ്റം വരുത്തിയിരുന്നു എന്നതാണ്. ഇത് ഏറ്റവും ഗുരുതരമായ നിയമലംഘനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനം എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് മുന്നോട്ട് പോവുകയും അടുത്തുള്ള ട്രാഫിക് സിഗ്നലിലെ ലൈറ്റിൽ ഇടിച്ച് മറിയുകയും ചെയ്തിരിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് അച്ചടക്കം, ഗതാഗത നിയമങ്ങളുടെ ലംഘനം, അതോടൊപ്പം തന്നെ ഡ്രൈവർ യാതൊരു രീതിയിലും ഇത് വാഹനം സംബന്ധിച്ചുള്ള ഒരു ബോധ്യത്തിലുമായിരുന്നില്ല എന്നതും വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കർശനമായ നടപടികളിലേക്കടക്കം നീങ്ങാനാണ് ഗതാഗത വകുപ്പ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിന് ആനുപാതികമായ രീതിയിൽ തന്നെ റിപ്പോർട്ട് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കല്ലട ബസ് കമ്പനിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധന നടത്തുകയും ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. രേണുക, തീർച്ചയായും ഡാനി, ഇത് വരുത്തിവെച്ച അപകടമാണ് എന്ന് തോന്നിപ്പിക്കും വിധമാണ് MVDയുടെ പരിശോധനയുടെ വിവരങ്ങൾ ലഭ്യമാകുന്നത്. മോശം കാലാവസ്ഥയിലും അമിത വേഗതയിലായിരുന്നു. അപ്പോൾ തന്നെ ടയർ മോശമായിരുന്നു. സ്പീഡ് ഗവർണർ വിച്ഛേദിച്ചിരുന്നു തുടങ്ങിയ കണ്ടെത്തലുകൾ ഇപ്പോഴത്തെ പരിശോധനയിൽ ഉണ്ടായിരിക്കുന്നു. കൂടുതൽ പരിശോധനകൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ? കർശന നടപടികൾ തന്നെ ഉറപ്പാക്കാൻ ആണോ നീക്കം? കർശന നടപടികൾ ഉറപ്പാക്കാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകണം. നേരത്തെയും തന്നെ ഈ രീതിയിൽ ഈ അന്തർ സംസ്ഥാന ബസ്സുകൾ വലിയ രീതിയിൽ തന്നെ നിയമലംഘനം നടത്തുന്നു എന്നതടക്കമുള്ള രീതിയിൽ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്നലെ നടന്ന ഈ അപകടവും അതിൽ ഉണ്ടായിരുന്ന സംഭവ വികാസങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കൂടുതൽ പരിശോധനകളിലേക്ക് നീങ്ങാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറെടുക്കുകയും ഇന്ന് പരിശോധന നടത്തുകയും ചെയ്തത്. എന്തായാലും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ നടപടികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ
ഉറപ്പാണ്. അതേസമയം മറ്റൊന്നു കൂടി കൂട്ടിച്ചേർക്കുന്നു. ഇന്നലെ ഈ അപകടത്തിൽ മരിച്ച ജിജോ സെബാസ്റ്റ്യന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഇന്ന് കൊച്ചിയിലെ പൊതുദർശനത്തിന് ശേഷം നാട്ടിലേക്ക് സ്വദേശത്തേക്ക് ഇടുക്കിയിലേക്ക് മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്. പൊതുദർശനത്തിന് ശേഷം നാളെ സംസ്കാരം നടക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നിരവധി പേർ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പരിക്കേറ്റ 15 പേരിൽ ഇനി 4 പേർ മാത്രമാണ് ചികിത്സയിലുമുള്ളത്. രേണുക, നിരപരാധിയായ ഒരു ബൈക്ക് യാത്രിക്കാരന്റെ ജീവനെടുത്ത അപകടമാണ്. അതിനുള്ള കാരണങ്ങൾ എന്ത് എന്ന നിഗമനത്തിലേക്കാണ് MVD ഇപ്പോൾ എത്തുന്നത്. ബസ് പല നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഓടിക്കൊണ്ടിരുന്നത്. സ്പീഡ് ഗവർണർ വിച്ഛേദിക്കപ്പെട്ട നിലയിലായിരുന്നു. ബാക്കിലെ ടയർ അതിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. അമിത വേഗത്തിലായിരുന്നു. ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും കൃത്യമായ നടപടികളിലേക്ക് നീങ്ങാനാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നീക്കം. 6 സീറ്റുകൾ അനധികൃതമായി പിടിപ്പിച്ചിരിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമല്ലായിരുന്നു. കൂടാതെ നീല ഹാലജൻ ലാമ്പുകൾ ഘടിപ്പിച്ചിരിക്കുന്നതായി മനസ്സിലാക്കിയിട്ടുണ്ട്. റോഡ് ഗതാഗതത്തിൽ ഉണ്ടായ വ്യത്യാസങ്ങളാണ് കാലതാമസം വന്ന് വാഹനം ഇവിടെ വരാൻ കാരണമായതും. അതുപോലെ തന്നെ ഇടതുവശത്തെ പുറകിലെ ടയറുകൾ രണ്ടും തേഞ്ഞതായിരുന്നു. അതും അപകടത്തിൻ്റെ ആഘാതം കൂട്ടിയതായിട്ട് മനസ്സിലാക്കുന്നു. റോഡിൽ വെള്ളമുണ്ടായിരുന്നു. അതുകൂടാതെ സിഗ്നൽ വന്നപ്പോൾ അതിവേഗം അതിനെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് മറികടക്കാനായിട്ടുള്ള താല്പര്യത്തോടു കൂടി വന്നതാണ് ഈ അപകടത്തിൻ്റെ കാരണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമിത വേഗത ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു.